എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറിക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് പരിപ്പ് എടുക്കുന്നുണ്ട്. തുവരപ്പരിപ്പാണ് ഇവിടെ എടുക്കുന്നത്. സാമ്പാർ പരിപ്പെന്നും പറയും. ഏകദേശം ഒരു 4 പേർക്കുള്ള കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് കഴുകി ഒരു കുക്കറിൽ വേവിച്ചെടുക്കാം. ഏകദേശം 2 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു വിസിൽ വരുമ്പോൾ തീ ഓഫ് ചെയ്യുന്നുണ്ട്. പരിപ്പ് വേകുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട മുരിങ്ങയില പറിച്ചെടുക്കുന്നുണ്ട്. മുരിങ്ങയിലയ്ക്ക് പകരമായിട്ട് ചീരയോ പാലക്കോ നമുക്കിഷ്ടമുള്ള ഏത് ഇലവർഗ്ഗങ്ങളും ഇതുപോലെ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ കറിക്ക് വേണ്ട മുരിങ്ങയിലയും കറിവേപ്പിലയും പറിച്ചെടുത്തിട്ടുണ്ട്. മുരിങ്ങയില തീരെ പിഞ്ചും ഒരുപാട് മൂത്തു പോകാത്തതുമായ ഇല നോക്കിയിട്ടാണ് പറിച്ചെടുത്തിരിക്കുന്നത്. മുരിങ്ങയില എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ തണ്ടോട് കൂടിയിട്ട് എടുക്കാം. തീരെ ഇല മാത്രമായിട്ട് എടുക്കണമെന്നില്ല. ഈ സമയമായപ്പോഴേക്ക് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പരിപ്പിലേക്ക് കഴുകിയെടുത്ത മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ഇതുപോലെ ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ പരിപ്പ് തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ മുരിങ്ങയിലയും വെന്ത് കിട്ടും. പരിപ്പും ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരും. ഇത് കുറച്ചും കൂടെ വേകുന്നത് കൊണ്ടാണ് കുക്കർ ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യുന്നത്. മുരിങ്ങയില വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും സവോളയും കൂടെ ചേർത്തരയ്ക്കാം. സവോളയ്ക്ക് പകരമായിട്ട് ചെറിയുള്ളി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിനുള്ള എരിവിന് മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിനി മിക്സിയിൽ നന്നായിട്ട് അരച്ച് ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള ചാറുകറി വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത അരപ്പ് വേകുന്നത് വരെ ഇതൊന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് കറിക്ക് വേണ്ട കടുക് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചൂടിൽ തന്നെ ഈ വറ്റൽമുളക് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടും. ചേർത്തിരിക്കുന്ന അരപ്പ് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് ആ കടുക് പൊട്ടിച്ചതിൻ്റെ മണമൊക്കെ കറിയിലേക്ക് നന്നായിട്ട് കിട്ടും. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടും. മുരിങ്ങയിലയൊക്കെ കൂട്ടാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മുരിങ്ങയില ചേർത്തെന്ന് പോലും മനസ്സിലാകില്ല. ആ ടേസ്റ്റും എടുത്തു വരില്ല. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.